ഉളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവനെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആ ഖുർആൻ പറയുന്നതൊന്ന് 10 മിനിറ്റിരുന്ന് കേൾക്കാൻ തയ്യാറാക്. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് ഒരല്പസമയം ഇരുന്ന് കേൾക്കാൻ തയ്യാറാക്. തയ്യാറായി കഴിഞ്ഞാൽ പടച്ചവനെ നിന്റെ ജീവിതം മനോഹരമാവുകയാണ്, നിന്റെ ജീവിതം സന്തോഷമുള്ള ജീവിതമാവുകയാണ്. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കണം. ഒരു മുസ്ലിമായി ജീവിക്കണം. അവന് സുഗന്ധത്തെ പോലെയാണ്, അവന് സുഗന്ധമുള്ളവനെ പോലെയാണ്. ജനങ്ങൾ അവലേക്ക് അടുക്കേണ്ടവനാണ്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം കണ്ടാൽ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലാകണമെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പലരും ദുആ ചെയ്യാൻ പറയാറുണ്ട്, ഉസ്താദേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം ഉസ്താദ്, മരിക്കുന്നതിന് മുമ്പ് ഉംറയ്ക്ക് പോകണം ഉസ്താദ്. പലരുടെയും ആഗ്രഹമാണല്ലോ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? അവൻ കഅബാലയത്തെ പോലെയാകണമടോ, അവൻ കഅബാലയത്തെ പോലെയാകണം. കഅബാലയത്തിന്റെ പ്രത്യേകത എന്താ? ഈ വഅദ കേൾക്കാമെന്നിരിക്കുന്ന എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ടൂർ പോകാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. പടച്ചവനെ 2 ദിവസം ലീവ് കിട്ടിയാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറയുന്നവരാണല്ലോ. ഊട്ടിയിൽ പോകുന്നവരുണ്ട്, മൈസൂർ പോകുന്നവരുണ്ട്, ഗോവയിൽ പോകുന്നവരുണ്ട്, ബാംഗ്ലൂരിൽ പോകുന്നവരുണ്ട്. പടച്ചവനെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, പടച്ചവനെ 2 ദിവസം ലീവ് കിട്ടിയാൽ മക്കള് പറയുന്നു വാപ്പാ നമുക്ക് മൈസൂർ പോകാം. ഉടനെ ഉമ്മ പറയുന്നവിടെ പോയതാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, നമുക്ക് ബാംഗ്ലൂർ പോകാം. അവിടെ പോയതാണ് വേറെ എവിടെയെങ്കിലും പോകാൻ. ഒരു വട്ടം കണ്ട സ്ഥലത്ത് പിന്നെയും നമുക്ക് പോകാൻ മടിയാടോ? നമ്മൾ വേറെ സ്ഥലങ്ങളാണ് പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യമല്ല 1 കോടി പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയം 1000 പ്രാവശ്യം പോയവനാകട്ടെ, ലക്ഷക്കണക്കിന് പ്രാവശ്യം കഅബ കണ്ടവനാകട്ടെ, ആ കഅബാലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോ ഞാൻ ഒരുപാട് പോയതാ, വേറെ എവിടെങ്കിലും പോകാമെന്ന് പറയാറില്ല. എത്ര കണ്ടാലും മതി വരില്ല, എത്ര കണ്ടാലും കൊതി തീരച്ചവനെ പിന്നെയും പിന്നെയും കാണാനുള്ള ആഗ്രഹമാണ്. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ